കേതലിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത് ആ തരത്തിൽ തന്നെ കോടതി ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതിന് കൂടി തെളിവല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി പ്രസ്താവിക്കാനിടയാക്കിയത്? പ്രവിധ, അതായത് ഈ ശിക്ഷാവിധിയിന്മേൽ വാദം നടക്കുമ്പോൾ ഏറ്റവും അവസാനം പ്രതിഭാഗം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അതായത് കേതൽ ജിൻസൺ രാജയുടെ മനോനില പരിശോധിച്ച ഡോക്ടർ നൽകിയ വെള്ളക്കടലാസ് മാത്രമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, പ്രതിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പ്രോസിക്യൂഷൻ ഏത് വിധത്തിൽ എങ്ങനെ പറയാൻ കഴിയും എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇനി ഇന്നത്തെ ശിക്ഷാവിധിയിൽ മാത്രം നടന്ന വാദങ്ങളിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. കാരണം ഇയാൾ 1, 2, 3, 4 പേരെ കൊലപ്പെടുത്തിയതല്ല. ഇതാണ് പ്രോസിക്യൂഷൻ കൃത്യമായി പറഞ്ഞത്. 1, 2, 3, 4 പേരെ കൊലപ്പെടുത്തിയതല്ല. സ്വന്തം അച്ഛൻ, സ്വന്തം അമ്മ, സ്വന്തം സഹോദരി, അതായത് ഇവരെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന അന്ധയായിട്ടുള്ള ഒരു വയോധിക അവരെ കൊലപ്പെടുത്തി. അത് ഒന്നാമത്തെ കാര്യം, ആ ക്രൂരത ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് പ്രതി ഇക്കാര്യത്തിൽ നടത്തിയ ആസൂത്രണമാണ്. ഏപ്രിൽ 5-ന് 3 കൊലപാതകവും, 2017 ഏപ്രിൽ 5-ന് 3 കൊലപാതകം, 6-ന് 1 കൊലപാതകം. ഇതിന് തൊട്ട് മുൻപത്തെ ദിവസം 4-ാം തീയതി പരമാവധി ചില കാര്യങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ കത്തിക്കാനുള്ള ശ്രമം, രക്ഷപ്പെടാനുള്ള ശ്രമം, അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. അപ്പോൾ ഇത് നടത്തിയതൊക്കെ ഒരു ആസൂത്രണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ആസൂത്രണം വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ തെളിവടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാൾ ഈ സ്റ്റാൻലി കാർപ്പൻ്റെ സാക്സ് എന്ന് പറയപ്പെടുന്ന മഴു വാങ്ങിയത് അതൊരു ഡമ്മി പീസ് ഉണ്ടാക്കി, മനുഷ്യ ശരീരത്തോട് സാദൃശ്യമുള്ള തുണി കൊണ്ട് പൊതിഞ്ഞൊരു ഒരു ഡമ്മി ഉണ്ടാക്കി അതിനകത്ത് വെട്ടിപ്പരിശീലിച്ചു. ആദ്യം അമ്മയെ കൊലപ്പെടുത്തുമ്പോഴും അവസാനം ബന്ധുവായ ലളിതയെ കൊലപ്പെടുത്തുമ്പോഴും ഇയാൾ പുറത്തെടുത്തത് ഒരേ രീതി, ഒരേ മോഡ് ഓഫ് ഓപ്പറാൻഡി എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ കോടതിയെ ധരിപ്പിച്ചു. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് ഏതെങ്കിലും തരത്തിലൊരു നിരാശാജനകമായ വിധിയെന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നില്ല. കാരണം ഈ കേതൽ ജിൻസൺ രാജയെ പോലെ ഇത്രയധികം ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ പരമാവധി ജയിലിൽ കിടക്കണം എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതൊരു പക്ഷേ വധശിക്ഷ എന്ന് പറയപ്പെടുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ 12 വർഷം മറ്റു കാര്യങ്ങളിൽ ശിക്ഷ, അതിനപ്പുറത്തേക്ക് ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുമെന്നുള്ളത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അവരുടെ നേട്ടമായി ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനടക്കം ആ വിഷയത്തിൽ പറഞ്ഞത് മറ്റു ചില കാര്യങ്ങളായിരുന്നു. അവർ ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ രീതിയിലുള്ള ഒരു വിധി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.